ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ജീനസ് വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കുക്കർ ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന എന്നാൽ നല്ല ടേസ്റ്റ് ഉള്ള ഒരു ബിരിയാണിയാണ് കേട്ടോ. ഒരിക്കലെങ്കിലും നിങ്ങൾ കുക്കറിൽ ഇങ്ങനെ ബിരിയാണി ഉണ്ടാക്കി നോക്കണം കേട്ടോ. നമ്മൾ ഈ ബിരിയാണി ഉണ്ടാക്കുമ്പോഴുണ്ടല്ലോ, ചിക്കൻ മന്തി എല്ലാം കഴിക്കുന്ന ഒരു ഫീല് കിട്ടും. അപ്പോൾ അത്ര ബുദ്ധിമുട്ടും ഇല്ല, ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ്. അപ്പോൾ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് വരുന്നതാണ്. അപ്പോൾ നമുക്ക് ബിരിയാണി ഉണ്ടാക്കിയാലോ? അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. നമുക്കിന്ന് കുക്കറിൽ എളുപ്പത്തിലൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം. നമുക്കിപ്പോൾ പെട്ടെന്നൊരു ബിരിയാണി എല്ലാം തിന്നണം തോന്നുന്നു, എന്നാൽ നമുക്ക് അധികം സമയമൊന്നുമില്ല. അങ്ങനെയുള്ള സമയത്ത് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ബിരിയാണിയാണ് കേട്ടോ. ബാച്ചിലേഴ്സിനെല്ലാം ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ്. ഇതിനാണെങ്കിൽ നമ്മൾ അധികം സമയം ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുകയോ അങ്ങനെ ഇങ്ങനെ ഒന്നും വേണ്ട, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതൊരു 3/4 കിലോളം ചിക്കൻ ഉണ്ടാവും കേട്ടോ. ഞാനിവിടെ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. ബസ്മതി റൈസ് ഞാനിവിടെ 2 ഗ്ലാസ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് കഴുകി വെള്ളം ഊറ്റിയെടുത്ത ബസ്മതി റൈസാണ്. റെഡി എടുത്തിരിക്കുന്നത് ഇന്ത്യ ഗേറ്റിന്റെ ബ്രാൻഡാണ് കേട്ടോ. ബസ്മതി റൈസ് നിങ്ങൾക്ക് ഏത് റൈസ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. നമുക്ക് ജീരകശാല റൈസിലും ഈ ബിരിയാണി ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഏത് റൈസാണ് നിങ്ങളുടെ കയ്യിലുള്ളത് വെച്ചാൽ ആ റൈസ് വെച്ചിട്ട് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് ആവശ്യം ഉള്ളിയാണ്. ഞാനിവിടെ ഒരു മീഡിയം സൈസ് ഉള്ളി എടുത്തിട്ടുണ്ട്, സവാള എടുത്തിട്ടുണ്ട്. അത് സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 തക്കാളി സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടുന്നത് ഒരു ഉണ്ട വെളുത്തുള്ളി, ഒരു 4-5 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇത്രയും സാധനങ്ങൾ ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട്. ഒരു സവാള ചെറുതായിട്ട് സ്ലൈസ് ചെയ്തതും കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഞാനിവിടെ ആദ്യം തന്നെ വറുത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. മല്ലിച്ചപ്പ് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ പുതിനച്ചപ്പ് ഉണ്ടെങ്കിൽ അതും ചേർക്കാം കേട്ടോ. ഇതാണ് ബിരിയാണീന്റെ മസാല. ഞാൻ ഇവിടെ വീട്ടിൽ നിന്ന് തന്നെ പൊടിച്ചെടുത്ത മസാലയാണ്. എൻ്റെ മുന്നേ ഇട്ട വീഡിയോസിലെല്ലാം ബിരിയാണീന്റെ വീഡിയോയിലെല്ലാം ഞാൻ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാക്കാൻ എളുപ്പമാണ്. 2-3 ഏലക്കായ, ഒരു 2-3 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു നുള്ള് പെരിഞ്ജീരകം, ഒരു നുള്ള് സാദാ ജീരകം, പിന്നെ ജാതിക്ക. ഇത്രയും സാധനങ്ങൾ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം കുറച്ച് കുരുമുളകും കേട്ടോ. എല്ലാം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം മിക്സിന്റെ ജാറിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. അതാണ് ഈ ബിരിയാണിന്റെ മസാല കേട്ടോ. ആ മസാല കൂടാണ്ട് നമുക്ക് കുറച്ച് പെരിഞ്ജീരകം, 2-3 ഗ്രാമ്പൂ, ഒരു ചെറിയ കഷ്ണം പട്ട, ഏലക്കായ, ബേ ലീഫ്, ഇത്രയും സാധനങ്ങൾ നമ്മൾ ഒഴിക്കുമ്പോൾ ബിരിയാണി ആദ്യം ഉണ്ടാക്കുമ്പോൾ എണ്ണയിൽ ഇടാനുള്ള സാധനങ്ങളാണ് കേട്ടോ. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 2 അല്ലി വെളുത്തുള്ളിയും ഞാനിവിടെ ഞെളച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ചിക്കൻ ഇതിനകത്ത് ഒരു ചെറിയൊരു മസാല പിടിപ്പിച്ച് വെക്കണം. അതിന് വേണ്ടിയിട്ട് ചെയ്തു വെച്ചതാണ്. ഇനി നമുക്ക് പൊടികളായിട്ട് വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, പിന്നെ ആവശ്യത്തിന് ഓയിൽ, പിന്നെ നെയ്യും വേണം, പിന്നെ വെള്ളവും. ബിരിയാണി റെഡിയാക്കുന്നതിന് മുന്നേ നമ്മൾ വെള്ളം തിളപ്പിച്ച് വെക്കണം കേട്ടോ. ഞാനിവിടെ ഈ ഒരരി ആയതുകൊണ്ട് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന കണക്കിലാണ് വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുള്ളത് കേട്ടോ. അതാണ് അതിൻ്റെ ഒരു കണക്ക്. അപ്പൊ നമുക്കിനി കുക്കർ ബിരിയാണി ഉണ്ടാക്കിയാലോ? ആദ്യം തന്നെ നമുക്ക് ചിക്കനിലേക്ക് ചെറുതായിട്ട് ഒരു മസാല പിടിപ്പിച്ച് വെക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂണിൽ കുറച്ച് കൂടുതലായിട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 2 അല്ലി വെളുത്തുള്ളിയും കൂടി നമുക്ക് ഈ ചിക്കനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. കുറച്ച് സമയം വെച്ച് കൊടുത്താൽ മതി, അധിക സമയം വെക്കണമെന്നൊന്നും ഇല്ല കേട്ടോ. നമ്മൾ ഉള്ളിയും ഇതെല്ലാം കുക്കറിലൊന്ന് മൂപ്പിച്ചെടുക്കും. അത്രയും സമയം നമുക്ക് ഈ മസാല ചിക്കനിൽ പിടിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾ കമൻറ്റുകൾ എഴുതുക കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ബിരിയാണി വെച്ച് നോക്കുക, എന്നിട്ട് ട്രൈ ചെയ്തിട്ട് എന്നോട് അഭിപ്രായം പറയണേ. അപ്പോൾ ഇവിടെ ഞാൻ മസാല ചിക്കനിൽ
പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം. കുക്കർ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ കുക്കർ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. കുക്കർ അത്യാവശ്യം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇനി നെയ്യ് ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് നെയ്യും ബാക്കി സൺഫ്ലവർ ഓയിലും ആണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഓയിലും കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. പിന്നീട് നമ്മൾ ഓയിലൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല കേട്ടോ. ഓയിലും നെയ്യും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിനൊന്ന് ചെറുതായിട്ട് ചൂടായി വരട്ടെ. നമ്മൾ ഒഴിച്ചു കൊടുത്ത ഓയിലും നെയ്യും നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് നേരത്തെ എടുത്തു വെച്ച ഈ മസാല ഉണ്ടല്ലോ, ഗ്രാമ്പും പട്ടിയും ഏലക്കായും എല്ലാം കൂടിയിട്ടുള്ള മസാല, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഉള്ളി ഇട്ട് കൊടുക്കുക. സ്ലൈസ് ചെയ്ത് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കുക. ഉള്ളി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. ഉള്ളി ഒന്ന് ചെറുതായിട്ട് വാടി വരണം കേട്ടോ. അതുവരെ നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി പെട്ടെന്ന് വാടി വരാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഉള്ളി ചെറുതായി ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ചതച്ചതില്ലേ, അതും കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. നമ്മൾ ഇട്ട് കൊടുത്ത ഉള്ളി അത്യാവശ്യം ഒന്ന് വാടി വന്നിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിന്റെ ഇതുണ്ടല്ലോ, പേസ്റ്റ്, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, നന്നായി മിക്സ് ചെയ്യണം കേട്ടോ. ഈസിയാണ് ഉണ്ടാക്കാൻ, നല്ല ടേസ്റ്റുമാണ്. ഇതിന്റെ ചെറുതായിട്ട് പച്ചമണം മാറി വരുമ്പോൾ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. നന്നായി വഴറ്റി കൊടുക്കുക. പാത്രത്തിന്റെ അടിയിൽ പിടിക്കാണ്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഈ സ്റ്റീലിന്റെ പാത്രമാകുമ്പോൾ പെട്ടെന്ന് അടിയിൽ പിടിക്കുന്നുണ്ട്. അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് അധികം മസാലപ്പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത ഗരം മസാലയും കുറച്ച് കുരുമുളകും ഒരു നുള്ളു മഞ്ഞപ്പൊടിയും ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അധികം മസാലയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ സ്പൈസി ആയിരിക്കൂല. പച്ചമുളകിന്റെ ഒരു എരിവ് മാത്രമേ ഉണ്ടാവുള്ളൂ. മറ്റു നമ്മൾ ബിരിയാണി വെക്കുമ്പം റൈസ് വേറൊരു പാത്രത്തിൽ വേവിച്ച് ബിരിയാണിന്റെ മസാല ഒരു പാത്രത്തിൽ വേവിച്ച്, അതിനെക്കാട്ടിയും ഈസിയാണ് ഇത്. അത് വേറൊരു ടേസ്റ്റ് ആണ്. ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നില്ല, എന്നാൽ നല്ല ടേസ്റ്റുള്ള ഒരു ബിരിയാണി കേട്ടോ. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിൻ്റെ എല്ലാം ഒരു പച്ചമണം മാറി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. തീ ഒന്ന് സിമ്മിലിട്ട് കൊടുക്കുക കേട്ടോ. ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച ഗരം മസാല പൗഡർ ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് നിന്ന് ഞാൻ ഒരു ടീസ്പൂണും പിന്നെ ഒരു 1/2 ടീസ്പൂണും മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് നോക്കിയിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. നന്നായി വഴറ്റി കൊടുക്കുക. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച തക്കാളി ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇതിലേക്ക് വേറെ പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഇത്രയേ ഉള്ളൂ പൊടികൾ ചേർത്ത് കൊടുത്തിട്ട്. പിന്നെ ചിക്കനിൽ ഓൾറെഡി നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും എല്ലാം ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ബിരിയാണിക്ക് മസാലയായിട്ട് ഞാൻ കൊടുക്കുന്നത്. അതുകൊണ്ട് അധികം മസാല ടേസ്റ്റ് ഉണ്ടാവില്ല, എന്നാൽ നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും. നമ്മളെ നാടൻ മസാല വെച്ചിട്ട് ഒരു ബിരിയാണി. എല്ലാവരും ഇങ്ങനെ ബിരിയാണിയെല്ലാം ഉണ്ടാക്കുന്നുണ്ടാവും, എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന രീതി നിങ്ങൾക്ക് കാണണ്ടേ. അതുകൊണ്ട് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനിത് ഷെയർ ചെയ്യുന്നത് കേട്ടോ. ഇനി തക്കാളിയെല്ലാം ഒന്ന് നന്നായി ഉടഞ്ഞു വരട്ടെ. അതിനുശേഷം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റി കൊടുക്കുക. തക്കാളി നന്നായിട്ട് ഉടഞ്ഞു വരണം കേട്ടോ. ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച മല്ലിച്ചപ്പ് ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കുക.
നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. തക്കാളി അത്യാവശ്യം ഉടഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി മസാല പുരട്ടി വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കനും ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ചിക്കൻ്റെ ഈ കളറിൽ നിന്ന് ഒന്ന് മാറി ചിക്കൻ്റെ അകത്ത് നിന്ന് അത്യാവശ്യം വെള്ളം ഇറങ്ങി വന്നതിന് ശേഷം മാത്രമേ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അരിയിട്ട് വേവിക്കാൻ പാടുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഫ്രൈ ചെയ്തിട്ട് ചിക്കൻ എടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഏറ്റവും ഈസി ആയിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെയാ ചെയ്യാം. ഫ്രൈ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം ഒരു പണിയല്ലേ, അപ്പോൾ പിന്നെ ഈസി വേയാണ് ഇത്. ഇനി ഫ്രൈ ചെയ്ത ചിക്കൻ്റെ പീസസ് ആണ് ഇഷ്ടമെങ്കിൽ ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കുക. ഇത് ഓയിലെല്ലാം കുറച്ച് നെയ്യൊക്കെ കുറച്ച് ചെയ്യുന്ന ഹെൽത്തി വേർഷനാണ് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചു തരുന്നത് കേട്ടോ. കണ്ടോ, ജീരകശാല റൈസിൽ ഇത് ചെയ്തെടുക്കാം. ഞാനിവിടെ ബസ്മതി റൈസിൽ ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. നമ്മൾ ഇട്ട് കൊടുത്ത ചിക്കൻ്റെ അകത്തൊന്നും അത്യാവശ്യം വെള്ളം പുറത്തേക്ക് വരും. അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മൾ അരി വേവിക്കുമ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. അതുകൊണ്ടാണ് ഞാൻ ഒരു ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കല്. ഈ ചിക്കൻ്റെ അകത്തുനിന്ന് വെള്ളം ഇറങ്ങുന്നത് കൊണ്ടാണ് ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിൽ തിളപ്പിച്ച് വെച്ചിട്ടുള്ളത് കേട്ടോ. ഈ സമയത്ത് നമുക്ക് ഉപ്പോ എരിവോ എല്ലാം ഒന്ന് ചെക്ക് ചെയ്യുക. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ മസാലയോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ചെക്ക് ചെയ്ത് നോക്കട്ടെ. കുറച്ച് ഉപ്പിന്റെ കുറവുണ്ട്, ഞാൻ ഇട്ട് കൊടുക്കട്ടെ. ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചെക്ക് ചെയ്ത് തരാം. കുറച്ച് ഉപ്പിന്റെ കുറവുണ്ട്. ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ചിക്കനെല്ലാം ഒന്ന് ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിവിടെ നേരത്തെ തിളപ്പിച്ച് വെച്ച വെള്ളം ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 1.5 ഗ്ലാസ് തോതിലാണ് വെള്ളം എടുത്തു വെച്ചിട്ടുള്ളത് കേട്ടോ. അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന തോതിലാണ് ഞാനിവിടെ വെള്ളം എടുത്തിട്ടുള്ളത്. ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ വെള്ളത്തിൽ ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കണം. കാരണം എന്നാലേ ചോറിനും ഈ ചിക്കൻ്റെ പീസസിലേക്കെല്ലാം ഉപ്പ് അത്യാവശ്യത്തിന് ഉണ്ടാവുമല്ലോ കേട്ടോ. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. എളുപ്പമല്ലേ ഉണ്ടാക്കാൻ. ഇനി ഇത് അരി ഇട്ട് കൊടുക്കുക. ഒറ്റ വിസിൽ കേട്ടോ, ഒറ്റ വിസിലേ വേണ്ടൂ. അപ്പോഴേക്കന്നെ അരിയും ചിക്കനും എല്ലാം കറക്റ്റായിട്ട് വെന്ത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബിരിയാണി നമുക്ക് കിട്ടും. പെട്ടെന്ന് ഒരു ചിക്കൻ ബിരിയാണി തിന്നണമെന്ന് തോന്നിയാൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ള ഒരു ബിരിയാണിയാണ് കേട്ടോ. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് ഉപ്പ് എരിവ് എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. എല്ലാം കറക്റ്റ് ആണോ എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ആവശ്യത്തിന് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഒരു അരക്കഷ്ണം നാരങ്ങേന്റെ നീരും കൂടി പിഴിഞ്ഞൊഴിക്കാം കേട്ടോ. ഞാൻ എടുത്ത തക്കാളിക്ക് അത്യാവശ്യം നന്നായിട്ട് പുളിയെല്ലാം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാനിവിടെ നാരങ്ങ പിഴിഞ്ഞു കൊടുക്കുന്നില്ല കേട്ടോ. അപ്പൊ ഇത് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് അരി ഇട്ട് കൊടുക്കാം. എല്ലാം ചെക്ക് ചെയ്ത് നോക്കുക. എല്ലാം കറക്റ്റ് ഉണ്ടോ എന്ന് നോക്കുക. നമ്മൾ നേരത്തെ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും ഉള്ളിൻ്റെ എല്ലാം ഉള്ള മസാല ഉണ്ടല്ലോ, അതിൻ്റെ അകത്തുനിന്ന് ഒരു നുള്ളെടുത്തിട്ട് നമുക്കിപ്പം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ബാക്കി നമുക്ക് ബിരിയാണി ആയിട്ടാകുമ്പോൾ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതും ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ. ആ വറുത്ത ഉള്ളി ഇട്ട് കൊടുക്കുമ്പോൾ ബിരിയാണിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് വരും. വെള്ളം അത്യാവശ്യം തിളച്ച് വരുന്നുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി ഊറ്റി വെച്ച ബസ്മതി റൈസ് ഇട്ട് കൊടുക്കാം. അരി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് ഒരു വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. കുക്കറിന് മൂടി നമുക്ക് അടച്ചു വെക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കും കേട്ടോ. എന്നിട്ട് മൂടിയിട്ട് അടച്ചു വെച്ചിട്ട് ഒരു വിസിൽ വരുന്നവരെ നമുക്ക് വേവിച്ചെടുക്കാം. നമ്മുടെ കുക്കർ ബിരിയാണി റെഡിയാണ്. ഈസി അല്ലേ ഉണ്ടാക്കാൻ. നമുക്കിനി കുക്കറിന്റെ മൂടി ഇട്ടിട്ട് വെയിറ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഒരു വിസിൽ വരുന്നവരെ നമുക്കിത് വേവിച്ചെടുക്കാം. അതിനുശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം.
തണിഞ്ഞതിന് ശേഷം നമുക്ക് പാത്രത്തിലേക്ക് വിളമ്പാം. അതുവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മളെ കുക്കർ ബിരിയാണിയുടെ ഒരു വിസിൽ വന്ന് കുക്കർ ഞാനിവിടെ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ട്. കണ്ട നല്ല പെർഫെക്റ്റ് ആയിട്ട് ചോറെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ചിക്കനും അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പൊ നമ്മളെ കുക്കർ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട് കാണാൻ? അടിപൊളിയല്ലേ? നല്ല ടേസ്റ്റ് ആണ് കേട്ടാ. ചോറെല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ട്, കുഴഞ്ഞൊന്നും പോയിട്ടില്ല. ചിക്കന് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെ കുക്കർ ബിരിയാണി ഉണ്ടാക്കാത്തവര് ഉണ്ടാക്കി നോക്കണം. ബാച്ചിലേഴ്സിനെല്ലാം നല്ല ഈസി റെസിപ്പിയാണ് കേട്ടോ. അപ്പോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും വേണം കേട്ടോ. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും വേണേ. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.